സന്ദീപ് വാര്യർ ആണല്ലോ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു. സന്ദീപ് വാര്യർ നിൽക്കുന്നു തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. എന്ത് വില കൊടുത്തും തോൽപ്പിക്കണം, വോട്ട് മറിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി എത്തിയാൽ പോലും അവർക്കത് ചെയ്യാൻ പറ്റാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. കാരണം ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമാണ്. ബി.ജെ.പിയുടെ ഒരു ബേസ് വോട്ടിൽ നിന്നും 10 വോട്ട് നഷ്ടപ്പെട്ടാൽ പോലും അതിന് വിശദീകരണം നൽകേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കിട്ടിയ ഏക സീറ്റ് തൃശ്ശൂർ ലോക്സഭാ സീറ്റാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനത്ത് താമര വിരിയിച്ച ലോക്സഭാ സീറ്റാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ ലോക്സഭാ സീറ്റിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കേന്ദ്രമാണ് തൃശ്ശൂർ നഗരം. അവിടെ വോട്ട് ചോർച്ച ഉണ്ടായാൽ ബി.ജെ.പി കണക്ക് പറയേണ്ടി വരും, ബി.ജെ.പി മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് വോട്ട് മറിച്ച് കൊടുത്തിട്ടെങ്കിലും അവിടെ സന്ദീപ് വാര്യരെ തോൽപ്പിക്കാം എന്നൊരു ചിന്തയിലേക്കോ തീരുമാനത്തിലേക്കോ ബി.ജെ.പിയുടെ പ്രാദേശിക നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ തൃശ്ശൂരിൽ പോകാനാകില്ല.